ഗൾഫിൽ പോയി എന്നാ ചോദിക്കും. പിന്നെ ഫസ്റ്റ് ചോദിക്കുക ഇനി എന്നാ പോകുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്താൽ ചോദിക്കും ഇനി എന്നാ അടുത്ത സ്റ്റാൻഡപ്പ് പോകാനെ. ഇവർ ചോദിക്കാത്ത ഒറ്റ കാറ്റഗറിയുള്ളൂ, ജയിലിൽ പോയി എന്നാൽ മാത്രം. ഇനി എന്നാ മോനെ പോകാത്തത്. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. കാരണം അമ്മ പഞ്ഞ വിളിച്ച് ഞാൻ ഇന്നലെ കാണാൻ പോയ പെണ്ണ് കാണലും മുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഓക്ക് കാശ്മീരുള്ള ചെക്കനാ മതിയോനെ. ഓളെ ഡയലോഗ് കേട്ടാൽ തോന്നുന്നു ഓളെ അച്ഛൻ വൈകുന്നേരം എവറസ്റ്റ് കയറാൻ പോലാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ അവസ്ഥയെ പറ്റിയാണ് ഇവിടെ കണ്ടൻ്റായിട്ട് പറയാൻ പോകുന്നത്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആരെയും എൻ്റെ വീട് കണ്ടിക്കോ, എപ്പോഴെങ്കിലും ടി വിയിലൊക്കെ കണ്ടിക്കോ, ചാനലൊക്കെ എൻ്റെ വീട് കണ്ടിക്കോ. അത്യാവശ്യം വലിയ ചെറിയ പോലെയാണ്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഓടുമ്പുറത്തേക്ക് ഒരു കവുങ്ങ് വീണ്. അന്ന് അവിടെ തൊഴിലുറപ്പിൻ്റെ ഏച്ചിമാരുണ്ട്. ഞാൻ പറഞ്ഞ ചേച്ചി ഇതൊന്ന് ഓട് മാറ്റിത്തരണമെന്ന്. തൊഴിലുറപ്പിൻ്റെ ഏച്ചിമാർ വളരെ മനോഹരമായ ഏച്ചിമാരാണ്. ഏച്ചിമാർ വന്ന് അളവൊക്കെ നോക്കി സെറ്റപ്പാക്കി. സത്യം പറഞ്ഞാൽ ഓടുമ്പുറത്തേക്ക് വീണ സമയത്ത് 2 ഓടേ പൊട്ടിക്കുള്ളൂ. ഇവരെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് 46 ഓടും 4 മൂലോടും അങ്ങനത്തെ ബക്കറ്റ് പൊട്ടിച്ച നല്ല തൊഴിലുറപ്പ് ഏച്ചിമാർക്ക് ഇന്നും ഭയങ്കരമായ സ്നേഹമുണ്ട്. ഒരു സമയത്ത് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ടി വി കാണുന്ന സമയത്ത് അമ്മ എന്നും കുങ്കുമപ്പൂവ് എന്നും കാണും. കുങ്കുമപ്പൂവ് ലോകത്തിലെ എല്ലാ സീരിയലും അമ്മ കാണും. എന്നാലും ചോറും കറിയാൻ ഉണ്ടാക്കിയല്ല, എനിക്കറിയാലോ. ഒരു സമയം മഴവിൽ ബമ്പർ ചെയ്ത് കണ്ട അമ്മനോട് പറഞ്ഞു, മോനെ ഈ മഴവിൽ പോകണം, ഇവിടെ പല ചെക്കന്മാരും ബമ്പർ അടിച്ച് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എന്താ ആമാടയ്ക്ക് ഇവിടെ കുത്തിരിക്കുകയാണ്. ഞാനും ഇങ്ങനെ കുറേ ഓഡീഷനൊക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ ബമ്പർ ചിരി പോയി ബമ്പറൊന്നും കിട്ടിയില്ല, നാണം കിട്ടില്ല. അമ്മ പറഞ്ഞു, ബമ്പറല്ല മോനെ, കപ്പ് മുഖ്യ മോനെ, എന്താ പറയുക, ബമ്പറല്ല മോനെ വേണ്ട, സ്റ്റേജിൽ കയറിയാൽ മതിയെന്ന്. ഞാനങ്ങനെ കുറേ ഓഡീഷനൊക്കെ പോയിട്ട് എനിക്കൊരു തേങ്ങ കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ സെലക്ഷൻ കിട്ടിയ സമയത്ത് ഫസ്റ്റ് എനിക്ക് ബമ്പറായിരുന്നു. ഫസ്റ്റ് ബമ്പർ കിട്ടി. രണ്ടാമത്തെ പാഞ്ചിട്ട് ഇപ്പോൾ ഈ അമ്മ പറയാം എന്നോട്, ഇനി എന്ത് തേങ്ങ ആക്കിയിട്ടാണ് പാഞ്ചും വാങ്ങി പോകുന്നത്. അല്ല അമ്മ അല്ല പറഞ്ഞു, സ്റ്റേജിൽ കഴിയുമ്പോൾ സ്റ്റേജിൽ കയറിയാൽ മതി, നല്ലൊരു എളുപ്പമാനം വേണ്ടേ. അമ്മ എന്നെ എന്നും വീട്ടിൽ നിന്ന് അപ്പു 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 എന്നാണ് വിളിക്കുക. എല്ലാ കല്യാണപ്പോലെ പോയാലും അമ്മ അപ്പു മോനെ ചോറും കെടുത്തോ മോനെ എവിടെ കളക്ക്. ഞാൻ മഴവില്ല് പോയി വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് കുറേ മാറ്റം. അമ്മ എന്നെ കല്യാണപ്പുര പോകുമ്പോൾ അമ്മല്ലേ മോനെ അമ്മല്ലേ നീ വാടാ, ഞാൻ അടുത്ത് വാടാന്ന് പറയും. ഞാൻ അമ്മയ്ക്ക് എന്താ വെച്ചാൽ എനിക്കറിയാമല്ലോ എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയെ കൂടി ഞാൻ ഭയങ്കരമായിട്ട് കടന്നു. അതായത് ഗൾഫിൽ പോയി എന്നാ ചോദിക്കും. പിന്നെ ഫസ്റ്റ് ചോദിക്കുക ഇനി എന്നാ പോകുന്നത്, പോകാനായില്ലേ എന്ന് ചോദിക്കും. ഇനിയിപ്പം എന്താ പറയുക, ഇപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്താൽ ചോദിക്കും ഇനി എന്നാ അടുത്ത സ്റ്റാൻഡപ്പ് പോകാനെ. ഇവർ ചോദിക്കാത്ത ഒറ്റ കാറ്റഗറിയുള്ളൂ, ജയിലിൽ പോയി എന്നാൽ മാത്രം. ഇനി എന്നാ മോനെ പോകാത്തത്. ഞങ്ങളെ വീട്ടിൽ എന്താ പറയുക, ടി വി കാണുന്നത് വളരെ കുറവാണ്. കാരണം അങ്കായനെക്കൊണ്ട് ആരും ടി വി കാണാൻ നിൽക്കില്ല. അച്ഛനും അച്ഛമ്മയും നല്ല അങ്കായനെക്കൊണ്ട് നല്ല കൊടുങ്ങല്ലൂർ ഭാഷ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അധികം ടി വി കാണാൻ നിൽക്കില്ല. എൻ്റെ വീടിന് പ്രത്യേകത, അതായത് ഇപ്പോൾ അച്ഛമ്മ ഒരേ പാട്ടുകളിൽ മാത്രമേ എല്ലാം ചിന്തിക്കൂ. ഞാൻ എന്താക്കി ക്ലോക്കിലുള്ള ബാറ്ററി എടുത്തിട്ട് സിനിമ കാണാൻ വേണ്ടി 5 മണിക്ക് ബാറ്ററി കറക്റ്റ് 5 മണിക്ക് ഞാൻ ബാറ്ററി ഒരു ടി വിയിൽ റിമോട്ടിൽ ടി വി കണ്ട്. അച്ഛമ്മ എപ്പോഴും 2 മണിക്ക് ക്ലോക്ക് നോക്കിയാണ് മാങ്ങ വെറുക്കാൻ പോലും, പാവം പോർഗയായി. അങ്ങനെ ഒരു ദിവസം അതാക്കി ബാറ്ററി ഒരു റിമോട്ടിലിട്ട് എന്നോട് ഇടാൻ മറന്നുപോയി, ക്ലോക്കിലിടാൻ മറന്നുപോയി. പാവം ഒരു ദിവസം 2 മണിക്ക് എണിച്ച് നോക്കുമ്പോൾ സമയം 5 മണി. അത് തലയെ തോർത്ത് വിട്ട് മാങ്ങ വെറുക്കാൻ വേണ്ടി പോയി. സമയം 2 മണിയാണ്, ചിന്തിക്കണം. 2 മണി നട്ടപ്പാതിര. പാപ്പൻ തരുപ്പം പുറത്ത് മറ്റേ ഉമ്മാരത്ത് കിടക്കുമ്പോൾ അച്ഛൻ വേണ്ടി തലയിൽ കൂടി മറ്റേ തോർത്ത് വിട്ട് പോകുന്നത്. പാപ്പൻ നോക്കും വെള്ളാട്ടപ്പൊക്കം പോകുന്നത് സാധനം ഇങ്ങനെ പോകുന്നു. അപ്പോൾ പറന്ന് പോയി നോക്കുമ്പോൾ സമയം 2 മണിയാണ്, മാങ്ങയൊന്നും വീണിക്കില്ല. മുപ്പത്തിക്ക് ടെൻഷൻ വന്നു, എന്താ മാങ്ങ വിൽക്കാത്തത്. മുപ്പത്തി ഇല്ല കല്ലൊക്കെ എടുത്ത് മാങ്ങ കയറുന്നു, മാങ്ങയും പെറുക്കി പോയി. പിറ്റേന്നാണ് സുബൈ തവിക്കുന്നത്, ജാനകി ഇന്നലെ നല്ല ചാത്തനാറാനല്ലോ. ഒന്നും പറയണ്ടാന്ന്. 2 മണിക്ക് വാങ്ങിക്കറുന്ന കാര്യം ഇതിനോടാ പറയുന്നത്, ആരോട് പറയാ. 2013 ഓണത്തിൻ്റെ സമയത്ത് 10 പോരയിൽ 7 പോരയിൽ വെള്ളം കയറി, 3 പോരയിൽ വെള്ളം കയറിയില്ല. ഈ 7 പോരയിൽ വെള്ളം കയറി പെറുക്കി പഞ്ചായത്ത് കൊടുത്തത് ഓരോ ലോഡ് വെച്ച് മീനും, പിന്നെ ബാക്കി 3 പേർക്ക് 10,000 രൂപയും വെച്ച് കൊടുത്ത് സർക്കാരിന് ഒരുപാട് നന്ദി. എന്തിനാണ് ഇവർ കൊടുത്തതെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഓൽക്കും അറിയില്ല. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ മൂപ്പര് വല്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഒരു വെള്ളം കൊണ്ടുകൊടുത്തിട്ട് വെള്ളത്തിലാണോ എനിക്ക് അറിയില്ല. കാരണം റോഡിന് പാസ്സാക്കേണ്ട സാധനം ഏതൊക്കെ കുളത്തിലുണ്ട് കെട്ടി ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാർഡ് മെമ്പർ മോളെ നോക്കുന്നു, മൂപ്പരോട് ഒരു കാര്യം പറയുന്നതൊക്കെ കണക്ക് തന്നെ. കാരണം മൂപ്പര് വെച്ചാൽ പറയും നെട്ടി നീട്ടിക്കൊണ്ടു, മോളെ അയ്യ കിടന്നവളെ ഓളും നെട്ടി നീട്ടിക്കൊണ്ടു. നമ്മളിങ്ങനെ അവളെ വയ്യ അടക്കല്ലാണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എനിക്ക് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിരിക്കട്ടെ, ഞാൻ നന്ദി പോകും പ്രാർത്ഥിക്കുന്നു. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.